നല്ലൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ബാറ്ററി ലോ ആയത്. എനിക്ക് ഉറങ്ങാനുള്ള സമയമായിരിക്കണം. ഇനി മൊബൈൽ ചാർജിലിട്ടിട്ട് കിടന്നുറങ്ങിയാലോ ഞാൻ എഴുന്നേൽക്കുന്ന കാലത്തായിരിക്കും. പക്ഷെ അലാറം സെലക്ട് ചെയ്ത് മൊബൈൽ ചാർജിലിട്ടിട്ട് കിടന്നുറങ്ങിയാൽ അലാറിന്റെ സമയത്ത് അടിക്കും. പക്ഷെ ആ സമയത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ മൊബൈൽ ചാർജ് ഫുൾ ആകണമെന്നുമില്ല. എന്നാൽ എന്ത് ചെയ്യും എന്ന് കരുതി ടെൻഷൻ അടിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇനി യാതൊരു ടെൻഷനും വേണ്ട. ഏതു പാതിരാത്രി നിങ്ങളുടെ മൊബൈൽ ചാർജ് കഴിഞ്ഞാലും സുഖമായി ചാർജിലിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങാം. ഏത് സമയത്താണോ മൊബൈൽ ചാർജ് ഫുൾ ആകുന്നത് ആ സമയത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അലാറം വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിനുള്ള ഒരു സംവിധാനവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഈ ആപ്ലിക്കേഷനിൽ ഒരു തവണ നിങ്ങളുടെ ഇഷ്ടാനുസരണം റിംഗ് ടൂണുകളെല്ലാം സെലക്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാഷ് ചോദിക്കുന്നതായിരിക്കും 170 രൂപ. അതും ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ വെക്കണമെന്ന് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അതേപോലെ തുടർന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ, ക്യാഷ് കൊടുക്കാതെ. അതിനാൽ ഈ വീഡിയോ തുടർന്ന് ഫുള്ളായി കാണുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ശേഷം ആ ആരൊന്ന് തൊട്ട് കൊടുക്കുക. നെക്സ്റ്റ് പേജ് ഇങ്ങനെയായി വരും. ഇവിടെ കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്ലസ്സിൽ ഒന്ന് തൊട്ട് കൊടുക്കുക. ശേഷം ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കണക്റ്റിംഗ്, ഡിസ്കണക്റ്റിംഗ്, ഫുൾ ബാറ്ററി, ലോ ബാറ്ററി, ഓഡിയോ ഫയൽ, റിംഗ് ടൂൺ എന്ന ഓപ്ഷനാണ്. കണക്റ്റിങ്ങും ഡിസ്കണക്റ്റിങ്ങും ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ചാർജിങ്ങിൽ ഇടുന്ന സമയത്ത് അലാറം വേണോ എന്നുള്ളതാണ്. ഡിസ്കണക്റ്റിങ്ങും അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ ചാർജിങ്ങിൽ നിന്നും എടുക്കുന്ന സമയത്ത് അലാറം വേണോ എന്നുള്ളതാണ്. ഞാൻ ഇവിടെ കണക്റ്റിങ്ങിൽ ഒരു കുട്ടി ചിരിക്കുന്ന റിംഗ് ടൂൺ ആണ് കൊടുക്കുന്നത്. അതിനായി കണക്റ്റിങ്ങിൽ പോയതിന് ശേഷം ഓഡിയോ ഫയലിലേക്ക് പോകുക. ഓഡിയോ ഫയലിൽ ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ റിംഗ് ടൂൺ അല്ല സെലക്ടിങ് ഓപ്ഷനിൽ വരിക, വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് ഇവിടെ ഷോർട്ട് വീഡിയോസ് ആണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കുട്ടി ചിരിക്കുന്നതോ അല്ലെങ്കിൽ കോമഡിയോ അതെങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു കുട്ടി ചിരിക്കുന്നതാണ് കൊടുക്കുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾ ഓർക്കുക, റിംഗ് ടൂൺ അല്ല സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്, ഷോർട്ട് വീഡിയോസ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഞാൻ ഇവിടെ ഒരു കുട്ടി ചിരിക്കുന്നത് കൊടുത്തു. ശേഷം ഡിസ്കണക്റ്റിങ്ങിലേക്ക് പോകുകയാണ്. ഡിസ്കണക്റ്റിങ്ങിലും ഞാൻ ഓഡിയോ ഫയലിൽ പോയി ഒരു ബൈക്ക് റേസിംഗ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫുൾ ബാറ്ററിയിലേക്ക് വരികയാണ്. ഫുൾ ബാറ്ററിയുടെ ശതമാനമാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്. ഫുൾ ബാറ്ററിയുടെ ശതമാനം കൊടുത്തിരിക്കുന്നത് 70, 80, 90, 100 എന്നാണ്. ഞാനിവിടെ 100 സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ഒരു റിംഗ് ടൂൺ ആണ് കൊടുക്കുന്നത്. അതിനായി റിംഗ് ടൂണിന്റെ ഓപ്ഷനിലേക്ക് പോകുന്നു. ഇവിടെ നിന്നും ഒരു റിംഗ് ടൂൺ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ലോ ബാറ്ററിയിലേക്ക് പോവുകയാണ്. ലോ ബാറ്ററിയിൽ ശതമാനം കൊടുത്തിരിക്കുന്നത് 40, 30, 20, 10 എന്ന ഓപ്ഷനിലാണ്. ഞാനിവിടെ 20 സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിലും ഒരു റിംഗ് ടൂൺ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ റിംഗ് ടൂൺ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ബാക്കിലേക്ക് പോവുകയാണ്. ഇനി എൻ്റെ മൊബൈൽ ചാർജിലിട്ടിട്ട് കേൾപ്പിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഞാൻ ചാർജ് ചെയ്യുമ്പോൾ കുട്ടി ചിരിക്കുന്നതായി നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാകും. അതേപോലെ ചാർജിങ് ഞാൻ ഓഫ് ചെയ്യുമ്പോൾ ബൈക്ക് റേസിങ്ങും വന്നിട്ടുണ്ട്. കണക്റ്റിങ്ങും ഡിസ്കണക്റ്റിങ്ങും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നതാണ്. ഇതേപോലെയാണ് ലോ ബാറ്ററിയും ഫുൾ ബാറ്ററിയിലും ശതമാനം സെലക്ട് ചെയ്ത് നിങ്ങൾ അതിലേക്ക് റിംഗ് ടൂൺ കൊടുത്തിട്ടുണ്ടെങ്കിലും കേൾക്കാൻ കഴിയുന്നത്. വീണ്ടും ഞാൻ ഈ ആപ്ലിക്കേഷൻ തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. റിംഗ് ടൂൺ വീണ്ടും മാറ്റി കൊടുക്കുവാനായി ശ്രമിക്കുമ്പോൾ ക്യാഷ് ചോദിക്കുന്നതാണ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാഷ് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്തുകൊണ്ട് വീണ്ടും റിംഗ് ടൂണുകൾ വെക്കുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിനായി നിങ്ങൾ പ്ലസ്സിൽ തൊടുമ്പോൾ 170 രൂപ ചാർജ് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റിംഗ് ടൂൺ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടാവും. റിംഗ് ടൂണും ഓഡിയോ ഫയലിൽ പോയി നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോമഡിയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിലൊന്ന് തൊട്ട് കൊടുക്കുക. വീണ്ടും നിങ്ങളുടെ പഴയ ഓപ്ഷനിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടാനുസരണം വീണ്ടും റിംഗ് ടൂണുകളോ ഓഡിയോ ഫയലോ സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഇവിടെ അതേപോലെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ റിംഗ് ടൂണുകളും കറക്റ്റായി വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന കളർ ഇതേപോലെ ആയിരിക്കണം. റിംഗ് ടൂൺ ആണെങ്കിൽ ചുമപ്പും, ഓഡിയോ ഫയലിൽ നിന്നും സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റിംഗ് ടൂണുകളാണെങ്കിൽ പച്ചയുമാണ് വരേണ്ടത്. ഇവിടെ ബ്ലാക്ക് ആണ് വന്ന് നിൽക്കുന്നതെങ്കിൽ വർക്ക് ചെയ്യുന്നതല്ല റിംഗ് ടൂൺ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്ലേ ബട്ടണിൽ ഒന്നും കൂടി തൊട്ടുകൊടുത്ത് ഇതേപോലെയുള്ള കളറിലേക്ക് മാറ്റേണ്ടതാണ്. എന്നാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ
ഇതേപോലെയുള്ള പുതിയ പുതിയ അറിവുകൾ വീണ്ടും നിങ്ങളിലേക്ക് ലഭിക്കുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നേരെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.